കർക്കിടകം സ്പെഷ്യൽ എള്ളുണ്ടയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഈ ഒരു എള്ളുണ്ട കർക്കിടക മാസത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ കഴിക്കുക, എല്ലാ സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുള്ള വളരെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു എള്ളുണ്ടയാണ്. ഒട്ടും തന്നെ കയ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു എള്ളുണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ ഒരു എള്ളുണ്ട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 തരത്തിലുള്ള എള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ കളറിലുള്ളതും പിന്നെ കറുപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. പിന്നെ എള്ള് എടുക്കുമ്പോൾ കൂടുതലും കറുത്ത എള്ള് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കറുത്ത എള്ളിലാണ് കൂടുതൽ ഗുണങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇത് കഴുകി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കഴുകി എടുക്കണം. നമ്മളിത് ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കുതിർന്ന് പോവും. എള്ള് കുതിർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വറുത്തെടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഒരു തരി പോലും എള്ള് വേസ്റ്റ് ആവാണ്ട് നമുക്ക് കഴുകിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ എള്ള് ഞാനിവിടെ നല്ലോണം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഉണക്കിയെടുത്തിട്ടും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉണക്കിയെടുക്കാണ്ട് കഴുകിയ പാടെയാണ് വറുത്തെടുക്കാനൊക്കെ ആയിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അവലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അവൽ നമുക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മട്ട അരിയുടെ അവലോ അതല്ലെങ്കിൽ വെള്ള അവലോ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരയ്ക്കും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അവലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 3/4 കപ്പോളം കടലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കടല എടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ വറുത്ത കടല അതല്ലെങ്കിൽ വറുക്കാത്ത കടല ഇതിനെ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വറുത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ കൂടി വീണ്ടും ഒന്നും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിടിയോളം ബദാം പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ചുക്കാണ് ചേർക്കുന്നത്. ചുക്ക് ചേർക്കുമ്പോൾ ഒന്ന് ചതച്ചതിന് ശേഷം വേണ്ടിട്ട് എടുക്കാനായിട്ട്. ചുക്ക് പൊടിയായിട്ടുള്ളതാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 3 ഏലക്ക കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും പിന്നെ അത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. നല്ല ജീരകം ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ സീഡോ ഒക്കെ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ഇത് മാത്രം വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എള്ളാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. എള്ളും പിന്നെ കുറച്ച് കടലയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് വറുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എള്ളുണ്ടല്ലോ അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. എള്ള് നനഞ്ഞിരിക്കണോണ്ട് ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. അതൊന്ന് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ എള്ള് കഴുകിയെടുത്തതിന് ശേഷം വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് കൈയെടുക്കാണ്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതേ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. ഈ ഒരു എള്ളൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് വരാനൊക്കെ ആയിട്ട് തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആവണ വരയ്ക്ക് വേണം കേട്ടോ എള്ള് വറുത്തെടുക്കാൻ. അപ്പോൾ എള്ള് നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എള്ള് നല്ലോണം ചൂടായിട്ട് ഇങ്ങനെ പൊട്ടി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കുക. നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. അതേ ചീനച്ചട്ടിയിൽ ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് തേങ്ങയിലെ ഈർപ്പൊക്കെ ഒന്ന് നല്ലോണം പോകാൻ വേണം. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം തേങ്ങ വറുത്തെടുക്കാൻ. അപ്പോൾ തേങ്ങ നല്ലോണം തന്നെ ചൂടായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കരിപ്പട്ടി ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. ഇത് കരിപ്പട്ടിയിൽ ചെയ്യണതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഇത് കിട്ടാനില്ലെങ്കിൽ പിന്നെ ശർക്കര പാനി ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇവിടെ 200 ഗ്രാമിൻ്റെ പാക്കാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഞാനിവിടെ എടുക്കണില്ല കേട്ടോ. നല്ല മധുരം വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതിൽ നിന്നൊരു 3 അച്ച് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ശർക്കരയൊക്കെ ഉരുക്കിയെടുക്കുന്നത് പോലെ ഇതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള കരിപ്പട്ടിയിൽ ചുക്കും കുരുമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മണം ഉണ്ട് കേട്ടോ അതിങ്ങനെ ഉരുക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതേ നല്ലോണം തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ളതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു കടലയും അതുപോലെ തന്നെ ബദാം പരിപ്പും ജീരകമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ആ ഒരു ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അപ്പോൾ അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ നനഞ്ഞ പോലെ ഉണ്ടാവും. കാരണം നമ്മൾ നിലക്കടലയും ബദാം പരിപ്പൊക്കെ ചേർത്തതല്ല. അപ്പോൾ അതിലത്തെ ആ ഒരു ഓയിലാണ് കേട്ടോ ആ ഒരു നനഞ്ഞ പരുവത്തിൽ ഇങ്ങനെ തോന്നണത്. അതേ മിക്സി ജാറിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അവലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബദാം പരിപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ചേർക്കാം. എള്ള് ചേർക്കാം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എള്ള് കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എള്ള് നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് ചെറിയ ജാറിലൊക്കെയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതേ എള്ളും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കരിപ്പെട്ടിയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ ചുക്കും കുരുമുളകൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെയുണ്ട് തൊലിയൊക്കെ ഉണ്ട് കിടക്കണത് നമുക്ക് വേണ്ട എടുത്ത് മാറ്റുകയാണ്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യ് ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കണത്. നെയ്യ് ചേർക്കണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എടുത്തിട്ടൊന്ന് ഷേപ്പ് ആക്കാനൊക്കെ ആയിട്ട് നോക്കണം കേട്ടോ. അതുപോലെ അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ ഉള്ള ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റാം കേട്ടോ. നല്ലോണം ചൂടാറണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കണതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കണുണ്ട്. പിന്നെ നിങ്ങൾക്കിത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കണമെന്നില്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണമെങ്കിൽ ഇത് ഉണ്ട പിടിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ബോക്സിലാക്കി വെക്കാവുന്നതാണ്. എന്നിട്ട് ദിവസം 1 ടേബിൾ സ്പൂൺ അളവിൽ കഴിക്കാം കേട്ടോ. ഉണ്ട പോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരെണ്ണം അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു എള്ളുണ്ട കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്തും തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എള്ള് കഴിക്കുന്നത് പിന്നെ വളരെ നല്ലതല്ലേ. എള്ളിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അയണും സിങ്കൊക്കെ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലെങ്കിലും ദിവസം 1-2 ടീസ്പൂൺ എള്ളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു എള്ളുണ്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ പുറത്തൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പെട്ടെന്നൊന്നും ചീത്തയായിട്ടൊന്നും പോവില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിക്കണക്കായും കുറച്ച് മുന്നേ പുറത്ത് വയ്ക്കുക. അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ പോയിട്ട് കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ അത് കുട്ടികൾക്കും കൊടുക്കുക, അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. ഒട്ടും കയ്പൊന്നും ഇല്ലാത്തൊരു എള്ളുണ്ടല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.